ഹലോ ഓൾ. ലിറ്റററി സ്റ്റഡീസ് 2-ൽ കാബൂളിവാല റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ആണ് നമ്മൾ നോക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഹീസ് എ പോയിറ്റാണ്, എസേയിസ്റ്റാണ്, പെയിൻറ്ററാണ്, സോങ് കമ്പോസറാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് ഗീതാഞ്ജലിയാണ്. ഇൻ ദി ഇയർ 1913 അതായത് 1913 നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഈ ഒരു വർക്കിന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗീതാഞ്ജലി എന്ന് പറയുന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് സോങ് ഓഫറിങ്സ് എന്നാണ്. ഓക്കെ, അത് സ്പിരിച്വാലിറ്റി, ഗോഡ്, നേച്ചർ, മാൻ ഇതൊക്കെയായിട്ട് കണക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ടാഗോറിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ഈ കാബൂളിവാല എന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസും അതുപോലത്തെ ഡോക്യു ഫിലിംസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹംബിൾ ലൈഫ് സ്റ്റോറീസാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, സിമ്പിളായിട്ടുള്ള, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസാണ് ഇദ്ദേഹം എഴുതുന്നത്. അപ്പോൾ ഇതുപോലൊരു ഷോർട്ട് സ്റ്റോറിയാണ് കാബൂളിവാല എന്ന് പറയുന്നത്. അതായത് ഒരു 5 വയസ്സുകാരി ബംഗാളി ഗേളും ഒരു അഫ്ഗാൻ ഫ്രൂട്ട് സെല്ലറും തമ്മിലുള്ളൊരു സ്റ്റോറിയാണിത്. ആ 5 വയസ്സുകാരിയുടെ പേര് മിനി എന്നും അഫ്ഗാൻ ഫ്രൂട്ട് സെല്ലറിൻ്റെ പേര് റഹ്മത്ത് എന്നുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മ്യൂച്വൽ അഫെക്ഷൻ, ആ ഒരു അൺകൺവെൻഷണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത് നമ്മുടെ റൈറ്റർ. ഇതിനകത്ത് മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ ഒരു ഫാദർലി അഫെക്ഷനാണ്. അതായത് ഈ അച്ഛന് കുഞ്ഞുങ്ങളോടുള്ള, എസ്പെഷ്യലി മകളോടുള്ള ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഡീപ്പ് ലവ് ആണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള 3 കൈൻഡ്സ് ഓഫ് ലവ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓദർ അല്ലെങ്കിൽ നറേറ്ററും ഡോട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് നറേറ്ററും മിനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നറേറ്ററിൻ്റെ മകളാണ് മിനി. ആൻഡ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് റഹ്മത്തും, അതായത് നമ്മുടെ അഫ്ഗാൻ ഫ്രൂട്ട് സെല്ലറും ഈ പിന്നെ റഹ്മത്തിൻ്റെ ഓൺ ഡോട്ടറുണ്ട് അഫ്ഗാനിസ്ഥാനിലെ, അവർ തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്. മൂന്നാമത്തേന്ന് വെച്ചാൽ റഹ്മത്തും മിനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. സോ ഒരു ഹ്യൂമൻ ഇമോഷൻസിൻ്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ടൈം മാറുമ്പോൾ അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഇതെങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 5 വയസ്സുള്ള സമയത്ത് മിനിയും ഇയാളും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കുഞ്ഞായിട്ടിരുന്ന സമയത്ത്. പക്ഷേ കാബൂളിവാല ഒരു കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ 7 വർഷത്തിന് ശേഷം തിരികെ വന്നപ്പോൾ മിനി ഒരു യങ് വുമണായി മാറിയിരുന്നു. അവളുടെ കല്യാണ ദിവസമാണ് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ തലേ ദിവസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവളെ കാണാൻ ഒരു പ്രാവശ്യം കൂടി കാണാൻ വന്നപ്പോൾ, ഗിഫ്റ്റുമായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൾക്ക് റിയലൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവൾ റെക്കഗ്നൈസ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു തീമാണ് ഇതിനകത്ത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുവാണ് നമ്മുടെ നറേറ്റർ ഒരു അൺനെയിംഡ് നറേറ്ററാണ്. ടാഗോർ ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു അൺനെയിംഡ് നറേറ്റർ പറയുവാണ്, എനിക്കൊരു 5 വയസ്സുള്ള മകളുണ്ട്, മിനി എന്നാണ്. വളരെ ചാറ്റി ആയിട്ടുള്ള ഗേളാണ്, ഒരുപാട് സംസാരിക്കുന്ന പെൺകുട്ടിയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ്, ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് ലാംഗ്വേജിൻ്റെ ടാലൻറ്റ് കിട്ടിയത്. അതായത് നല്ലോണം സംസാരിക്കാൻ സാധിക്കാൻ പറ്റിയത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. ആൻഡ് ആ ഒരു സമയം തൊട്ട് അവൾ ഒരു സമയം പോലും സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ അവൾ സംസാരിക്കാതിരുന്നാലാണ് വളരെയധികം അൺയൂഷ്വലായിട്ടും നമുക്കൊരുമാതിരി ഇച്ചിരി ഒരു വിഷമം വരുന്നത്. ഓക്കെ, അപ്പം മിനിയുമായിട്ടുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വളരെ എനർജറ്റിക് ആണ്. ആ കുട്ടി എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, മിനിക്ക് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മിനി പറഞ്ഞതാണ് ഇവരുടെ വീട്ടിലെ രാംദയാൽ എന്ന് പറഞ്ഞ ആൾക്ക് ക്രോ എന്നുള്ള വേർഡ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയത്തില്ല, അയാൾ വളരെ ബാക്ക്വേർഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോല എന്ന് പറയുന്ന ഒരാൾക്ക് ബോല എന്നൊരാൾ പറയുവാണ്, എലിഫൻറ്റ് തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് ചീറ്റുമ്പോഴാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചൈൽഡ്ഹുഡ് ഇന്നസെൻസിനെയാണ് കാണിക്കുന്നത്, ആ ഒരു പ്യുവർ ആയിട്ടുള്ള കാര്യത്തിനെയാണ് കാണിക്കുന്നത്. വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഈ കുട്ടി അച്ഛൻ്റെ അടുത്ത് പറയുവാണ്. ആൻഡ് അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ അമ്മ അച്ഛൻ്റെ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസൊന്നും സാധാരണ നമ്മുടെ റൈറ്റർ അല്ലെങ്കിൽ നറേറ്റർ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകാറില്ല. കാരണം കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവർക്ക് എത്ര റിപ്ലൈ കൊടുത്താലും അവർ അതിന് ബദലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ആ സമയത്ത് ഇങ്ങനെ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ നറേറ്ററുമായിട്ട് മിനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നോക്കിയപ്പോൾ ഉണ്ട് നഴ്സറി റൈംസൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുവാണ് അച്ഛൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ആ സമയത്തുണ്ട് ഒരു കാബൂളിവാല ഇങ്ങനെ എന്തോ വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടു. അങ്ങനെ കാബൂളിവാല എന്ന് ഇവൾ തിരിച്ച് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാബൂളിവാലയാണ് നമ്മുടെ അഫ്ഗാൻ ഫ്രൂട്ട് സെല്ലറായിട്ടുള്ള റഹ്മത്ത് എന്ന് പറയുന്നത്. അപ്പം റഹ്മത്ത് വളരെ ടോൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്,
ഡ്രസ്സൊക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലോതിങ് എന്ന് പറയുന്നത് വളരെ അഗ്ലി ആയിട്ടുള്ള ക്ലോതിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടർബൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഹെഡിൽ. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടാണ് ഈ ഒരു ഫ്രൂട്ട് സെല് ചെയ്യുന്നത്. അതായത് നേറ്റീവ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഒരു ബാഗ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ഫ്യൂ ബോക്സസ് ഓഫ് ഡ്രൈ ഗ്രേപ്സ് ഉണ്ട് കയ്യിൽ. ആൻഡ് ഇങ്ങനെ അദ്ദേഹം പതുക്കെ സ്ലോ ആയിട്ട് സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡിൽ കൂടെ നടക്കുവാണ്. ആ സമയത്താണ് ഡോട്ടറിൻ്റെ മൈൻഡിൽ ഇയാളെ കാണുന്നതും ഡോട്ടർ അവിടെ വെച്ച് എല്ല് ചെയ്യാൻ തുടങ്ങിയതും, കാബൂളിവാല എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയതും. ഓക്കെ, ആ സമയത്ത് നമ്മുടെ നറേറ്റർ അദ്ദേഹത്തിൻ്റെ തന്നെ നോവലിൻ്റെ 17ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പം മിനിയുടെ ഈ ഒരു കോള് കണ്ടപ്പോൾ ഇയാൾ തിരിച്ച് എന്ത് ചെയ്തു, ഈ കാബൂളിവാല വീട്ടിലോട്ട് വരാൻ തുടങ്ങി ചിരിച്ചുകൊണ്ട്. ഇവളത് കണ്ടതുമല്ല, പെട്ടെന്ന് പേടിച്ച് ഒളിക്കാൻ തുടങ്ങി, പേടിച്ചു പോയി. അപ്പം ഇയാളുടെ ബാഗ് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടിയാവും. കാരണം അതിനകത്ത് ഇങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ പറയത്തില്ലേ പിള്ളേരെ പിടുത്തക്കാർ വരുമെന്ന്, അതുപോലൊരു ബാഗാണ് ഇയാളുടെ കയ്യിലിരിക്കുന്നത്. അപ്പം ഈ കുട്ടി പേടിച്ചു പോയി. അങ്ങനെ കാബൂളിവാല ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് വന്നു, ഡോറിൻ്റെ അവിടെ വന്ന് നിന്നിട്ടൊരു സ്മൈല്, അതായത് ചിരിച്ചു നമ്മുടെ നറേറ്ററിനെ നോക്കി, എന്നിട്ടൊരു സല്യൂട്ട് കൊടുത്തു. ആൻഡ് അദ്ദേഹം പറയുമ്പോൾ കാബൂളിവാല പറയുവാണ്, കാബൂളിവാലയെ കണ്ടപ്പോഴത്തെ അവരുടെ കയ്യിൽ കുറേ ഡ്രൈ ഗ്രേപ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റർ എന്ത് ചെയ്യും, ഇയാളുമായിട്ട് നല്ല രീതിയിൽ അഫ്ഗാനിസ്ഥാനിലുള്ള കുറേ ആളുകളുടെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കാനും അവിടുത്തെ ബ്രിട്ടീഷുകാർ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നറേറ്റർ. മീൻ വൈൽ നമ്മുടെ മിനി എന്ത് ചെയ്യണം, അകത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ കാബൂളിവാല അവസാനം പോകാൻ നേരത്ത് ചോദിക്കും, എന്ത് ചെയ്യും ഇവിടുത്തെ ലിറ്റിൽ ഗേൾ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം മിനി ഇയാൾ എന്ത് ചെയ്യും, നമ്മുടെ നറേറ്റർ വിളിക്കും. നറേറ്റർ വിളിക്കുമ്പോൾ മിനി വളരെ പേടിച്ചിട്ട് വന്ന് നറേറ്ററിൻ്റെ പുറകിൽ വന്ന് നിൽക്കും. കാബൂളിവാല കുറച്ച് ഉണക്കമുന്തിരി, അതായത് റേസിൻസും ആപ്രിക്കോട്ട്സും എടുത്ത് കൊടുക്കും. പക്ഷേ മിനി റെഫ്യൂസ് ചെയ്യും, അത് എടുക്കത്തില്ല. അപ്പം പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ അതായിരുന്നു അവരുടെ ആ ഒരു ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് എൻഡ് ചെയ്ത് അങ്ങനെയാണ്, അവൾ എടുത്തില്ല. പിന്നീട് നോക്കിയപ്പോൾ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ എന്താണ് ഇവൾ നമ്മുടെ നറേറ്റർ കാണുന്നത്, കാബൂളിവാലയുടെ അടുത്ത് നമ്മുടെ മിനി വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിനിക്ക്, അപ്പം ഇയാൾക്ക് മനസ്സിലായി മിനിക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു ലിസണറിനെ കിട്ടി. അപ്പോൾ അച്ഛൻ കൂടാതെ ഇനിയിപ്പോൾ ഒരു ലിസണറിനെയും കൂടെ അവൾക്ക് കിട്ടിയിരിക്കുന്നു സംസാരിക്കുവാൻ വേണ്ടി. ആൻഡ് ദെൻ നോക്കിയപ്പോൾ എന്താ, ഇവളുടെ കയ്യിൽ ഫുള്ള് ഡ്രൈ ഗ്രേപ്സും ഡ്രൈ നട്ട്സും ഒക്കെയാണ് ഇരിക്കുന്നത്, റേസിൻസും ഒക്കെയാണ് ഇരിക്കുന്നത്, അതായത് ഉണക്കമുന്തിരിയൊക്കെ ഇരിക്കുന്നത് കണ്ടു. നറേറ്റർ വഴക്ക് പറഞ്ഞു, എന്തിനാണ് ഇവർക്ക് ഇത്രയും കൊടുത്തത്. എന്നിട്ട് അയാൾ ഒരു ₹1/2 കോയിൻ കാബൂളിവാലയ്ക്ക് കൊടുത്തു. കാബൂളിവാല ഒന്നും മിണ്ടാതെ ആ ഒരു കോയിൻ എടുത്ത് ബാഗിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, മിനിയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടു, എവിടെ നിന്നാണ് നിനക്ക് ഈ കോയിൻ കിട്ടിയെന്ന്. അപ്പോൾ മിനി പറഞ്ഞു കാബൂളിവാല തന്നതാണെന്ന്. അപ്പോൾ അവളുടെ അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ അത് എടുത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പം മിനി പറയുവാണ്, ഞാനത് ചോദിച്ചതല്ല, എനിക്ക് അദ്ദേഹം തന്നെയാണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ നറേറ്ററിന് മനസ്സിലായ ആൾ അത്രയ്ക്ക് അങ്ങ് മണി മൈൻഡഡ് ആയിട്ടുള്ള മനുഷ്യനല്ല. അപ്പോൾ ഇയാൾ കൊടുത്ത പൈസയാണ് മിനിക്ക് ഇയാൾ തിരിച്ചു കൊടുത്തത്. അങ്ങനെ മിനി ഇയാൾ ഡെയിലി കാണാറുണ്ടെന്നും ഇവൾക്ക് കുറേ ഗിഫ്റ്റുകളും ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ടെന്നും ഇയാൾക്ക് മനസ്സിലായി. പക്ഷേ ഇയാൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, നറേറ്റർ ഒരിക്കലും ഇയാളെ തടഞ്ഞില്ല. ഓക്കെ, കാബൂളിവാലയുടെ അടുത്ത് മിനി ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ സാക്കിൽ, അതായത് ചാക്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും ഹാർട്ടീന്ന്, അതായത് എലിഫൻ്റ് എന്നൊക്കെ പറയും തമാശയ്ക്ക്. എന്നിട്ട് ഇവർ രണ്ടും കിടന്നങ്ങ് ചിരിയാണ്. അപ്പം പിന്നീട് ഒരു ദിവസം നോക്കിയപ്പം നമ്മുടെ ഈ കാബൂളിവാല തിരിച്ച് കുട്ടിയുടെ അടുത്ത് ചോദിക്കുവാണ്, നീ ഒരിക്കലും നിൻ്റെ ഇൻലോസിൻ്റെ വീട്ടിലോട്ട് പോകരുത്, അതായത് നീ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് വീട് വിട്ട് പോകരുതെന്ന് പറയുവാണ്. കുട്ടിക്ക് ഇൻലോസ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് കുട്ടി എന്ത് ചെയ്യും, അതിനൊരു റിപ്ലൈയും കൊടുക്കത്തില്ല. അപ്പോൾ തിരിച്ച് കുട്ടി അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ പോവുമോ നിങ്ങളുടെ ഇൻലോസിൻ്റെ വീട്ടിലോട്ടെന്ന്. അപ്പോൾ ഇയാൾ പറയും, ഞാനൊരിക്കലും പോകത്തില്ലെന്ന് പറയും, ഞാൻ അവരെയൊക്കെ ഇടിക്കുമെന്ന് പറയും. ഓക്കെ, എന്നിട്ട് അങ്ങനെ കാണിക്കും, ആക്ഷൻ കാണിക്കും, ഇടിക്കുന്ന പോലെയുള്ള ആക്ഷൻ കാണിക്കും. അപ്പോൾ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, കാരണം കുട്ടി വളരെ എന്താ പറയുക, വളരെ പിന്നെ ഒരു ചൈൽഡ്ഹുഡ് സ്റ്റേജിലായതുകൊണ്ട് ഇൻലോസ് എന്ന് പറയാനോ കല്യാണം എന്നുള്ള കാര്യമൊന്നും കുഞ്ഞിനറിയത്തില്ല. അപ്പം നറേറ്റർ പറയുകയാണ്, സാധാരണ വളർന്നു വലുതാവുന്ന ബംഗാളി ഗേൾസിന് ഇൻലോസ് എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റും. കാരണം അവർ കുഞ്ഞിലേ തൊട്ടേ ഈ പെൺപിള്ളേർ കല്യാണം കഴിക്കുന്ന കാര്യമൊക്കെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ കേൾക്കുമല്ലോ. പക്ഷേ മിനിക്കെന്ന് പറയുന്ന ഈ ഒരു ടേം എന്താ പറയുക, അൺനോൺ ടേം ആയിരുന്നു. കാരണം മിനി കുഞ്ഞായതുകൊണ്ട് ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. അങ്ങനെ മിനി ഓക്കെ, ഇതായിരുന്നു ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ. ആൻഡ് ദെൻ നമ്മുടെ നറേറ്ററിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. നറേറ്റർ എന്ന് പറയുന്ന ആൾ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അതായത് ഈ അൺനോൺ ലാൻഡിന് അല്ലെങ്കിൽ അൺനോൺ പ്ലേസസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനെന്നൊക്കെ തോന്നും. ഓക്കെ, അങ്ങനെ ഇയാൾക്ക് ഈ അഫ്ഗാനിസ്ഥാൻ, ഈ കാബൂളിവാലയുടെ അടുത്ത് ഇയാൾ കാണുമ്പോഴെല്ലാം അവിടുത്തെ സ്റ്റോറീസ്, അവിടുത്തെ ഹോംലാൻഡിലെ കാര്യങ്ങളൊക്കെ ബ്രോക്കൺ ബംഗാളിൽ ഇയാൾ അങ്ങോട്ട് ചോദിക്കും, കാബൂളിവാല ഇങ്ങോട്ട് മറുപടി പറയും നമ്മുടെ നറേറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ ഈ നറേറ്റർ പറയുന്ന കാര്യങ്ങൾ, ആ മൗണ്ടൻസ്, അഫ്ഗാനിസ്ഥാനിലുള്ള മൗണ്ടൻസ്, അതുപോലെ തന്നെ മറ്റേ ഹീറ്റ്, അതൊക്കെ ഇങ്ങനെ ഇയാൾ ഇമാജിൻ ചെയ്യുമായിരുന്നു നമ്മുടെ നറേറ്റർ.
മിനിയുടെ മദർ എന്ന് പറയുന്നത്, പിന്നെ ഈ കാബൂളിവാലയും കൊച്ചും സംസാരിക്കുന്നത് ബ്രോക്കൺ ബംഗാളിയിലാണ്. കാബൂളിവാല തിരിച്ച് പറയുന്നത് ബ്രോക്കൺ ബംഗാളിയിലാണ്, കുഞ്ഞ് സംസാരിക്കുമ്പോഴല്ല. അപ്പോൾ മിനിയുടെ മദർ ആണെങ്കിൽ വളരെ ടിമിഡ് അല്ലെങ്കിൽ ഷൈ പേഴ്സൺ ആണ്. എന്തെങ്കിലും ഒരു നോയ്സ് സ്ട്രീറ്റിൽ നിന്ന് കേട്ടാൽ ഉടനെ ഇവർ വിചാരിക്കുന്നത് വല്ല ഡ്രങ്കാർഡ്സോ അല്ലെങ്കിൽ യൂറോപ്യൻ സോൾജേഴ്സോ അല്ലെങ്കിൽ കള്ളന്മാരോ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ വരുന്ന കൊള്ളക്കാരൊക്കെയാണ് വീട്ടിനകത്തോട്ട് ഇടിച്ച് കയറി വരുന്നതെന്ന് പറഞ്ഞ് ഇവരെപ്പോഴും വീട്ടിനകത്ത് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ കാബൂളിവാലയും ഇവർക്ക് വളരെയധികം സംശയമുണ്ട്. പക്ഷേ ഇയാൾക്ക് ഒരു സംശയമില്ലായിരുന്നു നറേറ്ററിന്, കാരണം അയാൾ ഒരു തെറ്റ് ചെയ്തിരുന്ന നറേറ്ററിന് നല്ല രീതിയിൽ അറിയായിരുന്നു. അപ്പം കാബൂളിവാല അഫ്ഗാനിസ്ഥാനിൽ നിന്നായതുകൊണ്ട് അവിടെ സ്ലേവ് ട്രേഡൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി അടിമകളാക്കി വിൽക്കുന്നത് കൊണ്ട് ഇവരെ കിഡ്നാപ്പ് ചെയ്യുമോ, കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യുമോ എന്നൊക്കെ അമ്മയ്ക്ക് വളരെ വെപ്രാളമായിരുന്നു. പക്ഷേ ഇയാൾ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ബിക്കോസ് റഹ്മത്ത് എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണെന്ന് ഇദ്ദേഹം തന്നെ പറയും, നറേറ്റർ തന്നെ പറയും. അപ്പോൾ ജാനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് റഹ്മത്ത് എല്ലാ വർഷവും അയാളുടെ വീട്ടിൽ പോയി അയാളുടെ ഫാമിലി വിസിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് പിന്നീട് നമ്മുടെ റഹ്മത്ത് അങ്ങനെ ഒരു ദിവസം രാവിലെ, ഒരു വിൻ്റർ സീസൺ രാവിലെ നോക്കിയപ്പോൾ റഹ്മത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമ്മുടെ നറേറ്റർ കാണുന്നത്. ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് റഹ്മത്ത് ഹാൻഡ് കപ്സിൽ 2 പോലീസുകാരെ എസ്കോർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നോക്കിയപ്പം അയാളുടെ കയ്യിൽ റഹ്മത്തിൻ്റെ ക്ലോത്തിലെല്ലാം ബ്ലഡ് ഉണ്ട്. പിന്നീട് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് റഹ്മത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷോള് മേടിച്ച ഒരാൾ തിരിച്ചു കൊടുത്തില്ല, പൈസ കൊടുത്തില്ല. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി. ആ കടം ചോദിക്കാൻ ചെന്നപ്പോൾ റഹ്മത്തും അയാളും തമ്മിൽ വഴക്കായി. അതായത് റഹ്മത്തിൻ്റെ കയ്യിൽ നിന്ന് ഷോള് മേടിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നു. അങ്ങനെ റഹ്മത്ത് വഴക്ക് കൂടിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കത്തി വെച്ച് കുത്തിയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മിനി ഓടി വന്ന് കാബൂളിവാല എന്ന് കയറി വിളിക്കുകയും ഇയാൾ പെട്ടെന്ന് സന്തോഷത്തോടെ തിരികുകയും ചെയ്തു. അപ്പം മിനി ചോദിക്കുവാണ് ഇൻലോസിൻ്റെ വീട്ടിലോട്ടാണോ പോകുന്നതെന്ന്. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു അതെ, ഞാൻ ഇൻലോസിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം മിനി ഒന്നും മിണ്ടിയില്ല. ഈ ഒരു എപ്പിസോഡ് അവിടെ വെച്ച് തീർന്നു. അപ്പോൾ റഹ്മത്തിനെ 7 വർഷത്തേക്ക് തടവിലിട്ടു. ആൻഡ് എല്ലാവരും, മിനിയും അടക്കമുള്ള എല്ലാവരും എന്ത് ചെയ്തു, അയാളെക്കുറിച്ച് മറന്നു. അപ്പോൾ ഇയാൾ ഇത്ര വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അതായത് മൗണ്ടൻസ് ഒക്കെ കയറുകയും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇവർക്കൊക്കെ വലിയ അത്ഭുതം തോന്നിയപ്പോൾ, എസ്പെഷ്യലി നറേറ്ററിന്. കാരണം ഇദ്ദേഹത്തിന് എങ്ങനെ ജയിലിൽ ആ ഒരു ഇടുങ്ങിയ സ്പേസിൽ എങ്ങനെ ഇരിക്കാൻ സാധിക്കും എന്നൊക്കെ തോന്നി. പിന്നീട് നമ്മുടെ മിനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വന്നു. നബി എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളർന്നു വലുതായപ്പോൾ അച്ഛനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും നമ്മുടെ മിനി ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് വളർന്നു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റൻസ് കാണുമല്ലോ. അങ്ങനെ ഒരു ദിവസം 7 വർഷം കഴിഞ്ഞു. ഓട്ടം സീസണായി. മിനിയുടെ വെഡ്ഡിങ് ആയിരുന്നു പൂജ ഹോളിഡേയ്സിൻ്റെ അന്ന്. അപ്പം എല്ലാവരും വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. മിനിയുടെ മാരേജാണ് ആ ഒരു ഡേയിൽ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നറേറ്ററിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആര് വന്നു, റഹ്മത്ത് വന്നു. റഹ്മത്ത് വന്നിട്ട് പറഞ്ഞു ആ കുട്ടിയെ കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെയാണ് വൈകുന്നേരമാണ് ജയിലിൽ നിന്ന് റിലീസ്ഡ് ആയത്, എനിക്ക് കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇയാൾ പറയും കൊലയാളിയല്ലേ വന്ന് നിൽക്കുന്നത്, ഒരു മർഡർ അല്ലേ, അപ്പോൾ ഒരു ഹോമിസൈഡ് ചെയ്തിട്ട്, അതായത് ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ പറയും ഇല്ല, ഇവിടെ ഒരു കല്യാണമാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊക്കോളാൻ പറയും. അപ്പം ഇയാളുടെ കയ്യിൽ നോക്കിയപ്പം കുറച്ച് ഗ്രേപ്സും കുറച്ച് ഉണക്കമുദ്രയും കയ്യിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഇയാൾ പറഞ്ഞു എനിക്കൊന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം നറേറ്റർ പറഞ്ഞു പറ്റത്തില്ല, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഒരു ബൈ പറഞ്ഞിട്ട് കാബൂളിവാല തിരിച്ചിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഇയാൾ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി ഈ ഗിഫ്റ്റെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു ഇയാളുടെ. എന്നിട്ട് അപ്പം ഇയാൾ അതങ്ങ് മേടിച്ചു. നമ്മുടെ നറേറ്റർ അത് മേടിച്ചിട്ട് പൈസ കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇയാൾ പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട, ഇത് എനിക്കും ഒരു മകളുണ്ട്, അപ്പം അവൾക്ക് കൊടുക്കുന്ന പോലെ കരുതിയാൽ മതി, ഞാനിവിടെ ബിസിനസ് ചെയ്യാനല്ല വന്നതെന്ന് പറയുന്നു. ഓക്കെ. ആൻഡ് ദെൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൊടുത്തതിന് ശേഷം നറേറ്ററിനെ നോക്കി ഇയാൾ പറയും നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്ന് പറയുന്നു. എന്നിട്ടൊരു പേപ്പർ കാണിക്കുവാണ്, ഇയാളുടെ കയ്യിലിരുന്നൊരു പേപ്പർ. ആ പേപ്പറിനകത്ത് ഈ നമ്മുടെ റഹ്മത്തിൻ്റെ മകളുടെ ഒരു കുഞ്ഞ് ഹാൻഡ് ഈ കൽക്കരിയിൽ പതിപ്പിച്ച് അതിൻ്റെ ഒരു പ്രിൻറ്റ് ഇയാൾ സൂക്ഷിച്ചൊരു പേപ്പറിനകത്ത് കൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നറേറ്ററിന് വളരെയധികം സങ്കടം തോന്നി. കാരണം ആ സമയത്ത് ഇവർക്ക് 2 പേർക്ക് മനസ്സിലായി ഈ അച്ഛൻ എന്നുള്ളതിൻ്റെ ഫാദർഹുഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും, ഇപ്പം ഒരു റിച്ച് ഫാമിലിയിലാണെങ്കിലും പുവർ ഫാമിലിയിലാണെങ്കിലും ഫാദർഹുഡ് എന്നുള്ള ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് സെയിം ആണെന്ന് മനസ്സിലായി. ഫാദർ ഡോട്ടർ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകളും ചിലപ്പോൾ മിനിയുടെ കണക്ക് കല്യാണപ്രായമായി നിൽക്കുകയായിരിക്കും. അങ്ങനെ ആ സമയത്ത് നമ്മുടെ നറേറ്റർ പെട്ടെന്ന് പറയും മിനിയെ വേഗം വിളിച്ചുകൊണ്ട് വരാൻ പറയും. മിനി ആ സമയത്ത് വെഡ്ഡിങ് ഗൗണൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയാണ് ബ്രൈഡൽ ഡ്രസ്സിൽ. മിനി പക്ഷേ വരും, ഇയാളെ കാണും, പക്ഷേ ഇയാളെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. അപ്പം മിനിയുടെ അടുത്ത് കാബൂളിവാല ചോദിക്കും നീ ഇൻലോയുടെ ഹൗസിലോട്ടാണോ പോകുന്നതെന്ന്. അപ്പം മിനിക്ക് ആ കല്യാണപ്രായം എത്തിയപ്പോൾ മിനിക്ക് മനസ്സിലായി ഇല്ലോയുടെ മീനിങ് എന്താണ്. അപ്പം മിനി ഒന്നും മിണ്ടാതെ വളരെ ഷൈ ആയിട്ട് തല കുരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവൾ ഓടിക്കളയും.
അങ്ങനെ കാബൂളിവാല എന്ത് ചെയ്യും, അവിടെ തറയിലങ്ങിരിക്കും. എന്നിട്ട് പറയും എൻ്റെ മോളും ഇതുപോലെ വളർന്ന് വലുതായി കാണും, അപ്പോൾ അവളെയും കല്യാണപ്രായമൊക്കെ ആയി കാണുമെന്ന് ഇങ്ങനെ കാബൂളിവാല സ്വയം ഇരുന്ന് ഇങ്ങനെ നിശ്വാസപ്പെട്ട്, അതായത് ഒരു ഡീപ്പായിട്ടൊരു ഒരു ബ്രത്ത് എടുത്തിട്ട് അവിടെ അങ്ങിരിക്കും. അപ്പോൾ വെഡ്ഡിങ് മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ നറേറ്റർ എന്ത് ചെയ്യാണ്, കുറച്ച് പൈസ എമൗണ്ട് ഇയാളെ ഏൽപ്പിച്ചിട്ട് പറയും, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലോട്ട് തിരിച്ചു പോകും, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് റീയൂണിയൻ നടത്തും, അതായത് യുണൈറ്റഡ് ആകുമെന്നിങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറയും മിനിയെ ബ്ലെസ് ചെയ്തിട്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോവും. കാബൂളിവാല സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നറേറ്റർ പറയുകയാണ്, ഈ പൈസ, അതായത് എന്തോ ലൈറ്റ്, അവിടുത്തെ വെഡ്ഡിങ് ലൈറ്റ് ഡെക്കറേഷന് വേണ്ടിയും പിന്നെ ബാൻഡ് പാർട്ടിയുടെയും പൈസയാണ് ഈ കാബൂളിവാലയ്ക്ക് എടുത്തു കൊടുത്തത്. അത് ക്യാൻസലായി പോയി എന്തായാലും. പക്ഷേ എന്നാലും ഇയാൾക്കൊരു ആശ്വാസം കിട്ടി. കാരണം ഒരു അച്ഛന് മകളെ അല്ലെങ്കിൽ ഫാമിലിയെ തിരിച്ചു കിട്ടാനുള്ളൊരു ചാൻസാണ് ഇയാൾ കാരണം പൈസ കൊടുത്ത് കാബൂളിവാലയ്ക്ക് കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സെറമണി വളരെയധികം ബ്ലെസ്ഡ് ആയി എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു നറേറ്റർ നമ്മുടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം തീം എന്താണെന്ന് ചോദിക്കാം. തീം എന്ന് പറയുമ്പോൾ ഫാദർലി അഫെക്ഷൻ ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, ലവ് ഉണ്ട്, അതായത് ഒരു കൈൻഡ്നെസ് ഉണ്ട്. ലവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കാബൂളിവാലയും മകളും തമ്മിലും, കാബൂളിവാലയും മിനിയും തമ്മിലും, മിനിയും മിനിയുടെ അച്ഛനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് നറേറ്ററിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നറേറ്റർ റൈറ്ററാണ്. ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ലവ്, ഫെയ്റ്റ്, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിക്ക് അത് തീമായിട്ട് വരുന്നത്. അപ്പം ഏജും റിലിജനും ലാംഗ്വേജും നാഷണാലിറ്റിയും ഒന്നും ഈ കൈൻഡ്നെസ്സിന് അല്ലെങ്കിൽ ഇന്നസെൻസിന് അല്ലെങ്കിൽ ലവിന് ഒരു തടസ്സമല്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ടൈം മാറുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതും ഈ ഒരു സ്റ്റോറി നമുക്ക് കാണിച്ചു തരുന്നു. 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം മിനിയെ കാബൂളിവാല കണ്ടപ്പോൾ മിനിക്ക് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റുന്നില്ല, ആ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെയായിരിക്കും ഇയാളുടെ സ്വന്തം മകളോടുമുള്ള ആ ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് കാണും. അയാൾക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ലല്ലോ ജയിലിലായതുകൊണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം തീം ഓഫ് ദ സ്റ്റോറി ഞാൻ പറഞ്ഞ ഇതേ 3 തീംസ് അങ്ങ് എഴുതിയാൽ മതി. എങ്ങനെയാണ് ഇത് 3 തീമും വർക്കൗട്ട് ആവുന്നത്? ഓക്കെ, കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നറേറ്ററിന് കാബൂളിവാലയോട് തോന്നിയ കൈൻഡ്നെസ്, അയാൾ പൈസ കൊടുക്കുന്നതും ഒക്കെ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്. പിന്നെ ഫാദർലി കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും പറയാം. കാബൂളിവാലയ്ക്ക് മകളോടുള്ളതും മിനിയോടുള്ളതും ഈ നറേറ്ററിന് മിനിയോടുള്ളതും ഒക്കെ എന്താണ്, ഒരു കൈൻഡ് ഓഫ് ഫാദർലി അഫെക്ഷനാണ്. ഓക്കെ, പിന്നെ ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, അതായത് കുഞ്ഞുനാളിൽ മിനി എങ്ങനെയായിരുന്നു എന്നുള്ളതും മിനി എല്ലാവരുടെ അടുത്തും എങ്ങനെയാണ്, കാബൂളിവാലയുടെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ മിനിയുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആ ക്രോ എന്നുള്ള വേർഡ് ഒരാൾക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത്, പിന്നെ ഈ തുമ്പിക്കൈ വെച്ച് ആന മുകളിലോട്ട് വെള്ളം ചീറ്റുമ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊക്കെയുള്ളതെന്ന് വെച്ച് ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഇന്നസെൻസിനെ കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് അതെല്ലാം. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാബൂളിവാലയെക്കുറിച്ച് ചിലപ്പോൾ എഴുതാൻ പറയാം, ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ. കാബൂളിവാല എങ്ങനെ, അപ്പോൾ ആദ്യമേ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുക, കാബൂളിവാല എവിടെ നിന്ന് വരുവാണെന്നോ അയാളുടെ ജോബിനെ കുറിച്ച് പറയുക, ഈ ഒരു സ്റ്റോറിയിൽ കാബൂളിവാല എന്തൊക്കെയാണ് ചെയ്യുന്നത്, അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചു, മിനി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, നറേറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവസാനം എങ്ങനെയാണ് അയാൾ തിരിച്ചു പോകുന്നത്, ഈ കാര്യമൊക്കെ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.